ഇത് കൊള്ളൂല, ഈ ഫാം കൊള്ളൂല. അപ്പോൾ ഹലോ ഗൈസ്, എൻ്റെ പേര് ജഡ്ജി. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ചേർക്കാം. അത് ആക്ഷൻ സെൻസെഫിൻ്റെ ഇന്ന് ലെറ്റ്സ് പ്ലേയുടെ എപ്പിസോഡാണ് വരേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ഞാനിതുവരെ ആ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞിട്ടില്ല. അത് കഴിയുമ്പോൾ ഞാൻ ബാക്കി എപ്പിസോഡ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തോന്നു, ഞാൻ ഒരുപാട് ഇരുന്ന് ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ ഫാം എനിക്കത്ര പിടിക്കുന്നില്ല. ഞാൻ പുതിയ ഫാം ഉണ്ടാക്കാൻ പോകും. ഈ ഫാമിനെ ഞാനൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ആഹ്ലാദിപ്പിൻ. ഞാൻ ഇന്നലെ പോയിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി നടുക്കിന്ന് വെള്ളം എടുത്തിട്ട് അങ്ങ് ഒഴിച്ചാൽ മതി. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് ഈ ഫാമൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. കമോൺ, ഇതിനുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ടൈല് കണ്ട ഈ ഫ്ലോർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇവിടെയും കൂടി ഇടണമെന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഇവിടെ വില്ലേജ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. അതല്ല, പഴയ ലെറ്റ്സ് പ്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ ഫസ്റ്റ് ലെറ്റ്സ് പ്ലേ, അതിൽ നമ്മൾ റെയ്ഡിൻ്റെ എപ്പിസോഡിൽ നമ്മളൊരു വില്ലേജ് ഔട്ട് പോസ്റ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് നിങ്ങളൊരു വില്ലേജ് കണ്ടിട്ടുണ്ടാവും. ഇത് ഇവിടെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വില്ലേജിൽ ഞാനിപ്പോൾ പോയി. അവിടെ പോയിട്ട് ഞാൻ ചെറുതായിട്ട് ഇവിടെ മെസ്സേജ് ആണത്, സോമ്പിനടി കൊണ്ട് ചാവുകയും ചെയ്ത്. അത് നമുക്കൊരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ അവിടെ നിന്ന് 27 പൊട്ടാറ്റോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പം എൻ്റെ ഇൻവെൻ്ററി ഇരിക്കുന്നത്. നമ്മളപ്പോൾ പൊട്ടാറ്റോ ഫാമും ഉണ്ടാക്കും, വീറ്റ് ഫാമും ഉണ്ടാക്കും. അങ്ങനെ നമ്മളൊരു പ്രോഗ്രസ് ഇവിടെ ഉണ്ടാക്കും. അപ്പം നമ്മുടെ ഫാം ഇവിടെയാണ് വരാൻ പോകുന്നത് അപ്ഗ്രേഡ് ചെയ്ത്. അപ്പം നമുക്ക് ഈ ഫാം അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. മൊത്തമായിട്ട് അങ്ങ് പൊട്ടിച്ചെടുക്കാം. ഇവിടത്തെ ഇത് കളയേണ്ടി വരുമല്ലോ. ഇവിടെ വെള്ളമുണ്ട് എൻ്റെ കയ്യിലാണെങ്കിൽ. ഇവിടെ വെള്ളം ഭയങ്കര കുറവേണ്ടത് കളയാനും പറ്റില്ല. നമ്മുടെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഉള്ളതുകൊണ്ട് നമുക്കിത് ബ്ലോക്ക് വെച്ച് കളഞ്ഞാലോ? വേണ്ട, ഇവിടെ നമുക്ക് വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. എല്ലാം എൻ്റെ കൈ കിട്ടിയല്ലോ അല്ലേ? ഓക്കെ, എല്ലാം എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്തോന്നു. അപ്പം നമ്മളിപ്പോൾ പണിയാൻ പോകുന്നത് ഏതായിരുന്നു? കുറച്ച് ഡേർട്ടും കൂടി വേണം. പിന്നെ ഇത് വെക്കാനുള്ള കുറച്ച് സ്റ്റോറേജും കൂടി നമുക്ക് ആവശ്യമുണ്ട് മെയിനിലേക്ക്. ഓക്കെ, ഈ ചെസ്റ്റിനകത്ത് ഞാനൊന്നും വെച്ചിട്ടില്ല. ഇതെൻ്റെ വാല്യുബിൾസ് ചെസ്റ്റ്, ഇതെൻ്റെ ഏതെങ്കിലും ഒരു ചെസ്റ്റ്. നമുക്ക് ഈ ചെസ്റ്റ് അങ്ങ് പൊട്ടിച്ചെടുത്തേക്കാം. ഇനി എന്തോന്ന്, ഡേർട്ട് നമുക്ക് കുറച്ചെടുത്തേക്കാം. ലെവൽ ചെസ്റ്റിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അയേണ് തീർന്നു ഗൈസ്. നമുക്ക് ഫുൾ അയേൺ ആർമറൊക്കെ ആവണ്ടേ ഗൈസ്? അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ആവാം. ഇതിനല്ലേ ഗൈസ് ഈ സീഡിൽ നമുക്ക് എന്ത് വിചാരിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ കിട്ടിക്കോളും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ എന്താണ് പണിയാൻ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു 9 ബ്ലോക്കിന് പുറത്തേക്ക് പോകരുത്. ഇങ്ങനെ പണിയണം. ഇവിടെ വെള്ളം ഒഴിക്കാം. വെള്ളം തീർന്നു, നമ്മൾക്ക് ഇവിടെ നിന്ന് പോയെടുക്കാവുന്നേ ഉള്ളൂ. നമുക്കിത് തിരിച്ച് ഇങ്ങനെ ആക്കാറ്റില്ല. പക്ഷെ ഇതിൻ്റെ പവർ കുറയുണ്ടല്ലോ. ഇനി നമുക്കിവിടെ സീഡ് നടാം. പോയെടുത്തില്ല. എല്ലാം ഞാൻ മറന്നു പോകും. ഓക്കെ, ഇനി ഇതിങ്ങനെ മെല്ലെ നടാം. ഞാനങ്ങ് നട്ടിട്ടുണ്ട്. ഇതിപ്പോൾ വളരും. ഇതിപ്പോൾ 6 ഉള്ളൂ. നമുക്കത് തികയൂലല്ല. നമുക്ക് പേടിക്കണ്ട, 2 സീഡ് മതി നമുക്ക്. 2 സീഡ്. ഒരെണ്ണം കിട്ടി. ഇപ്പം തന്നെ ഇത് കിട്ടിയില്ല.
ഓക്കെ സെറ്റ്. ഇനി നമുക്ക് ബാക്കി പണിയാം. എൻ്റെ കൈ കണ്ടോ നേരത്തെ? ഒരു 5 ബ്ലോക്ക് ഗ്യാപ്പ്, 1 2 3 4 5. ഈ ബ്ലോക്കിൽ പണിയാം. അയ്യോ 4 ബ്ലോക്ക് പോയി. ഇങ്ങനെ തന്നെ പണിയണം കേട്ടാ. ഇത് സുതിയെണ്ണം പണിഞ്ഞ പോലെയാണെന്ന് നിങ്ങൾക്ക് തോന്നും. അതിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട് ഇതിന്. വലുതായിട്ട് ഗ്രൈൻഡൊന്നും ഇതിന് ചെയ്യണ്ട. ഇവിടെ നമ്മൾ അതേ സീഡ് തന്നെയാണ് നടാൻ പോകുന്നത്. ഇങ്ങനെ നടുന്നതാണ് കുറച്ചും കൂടി എളുപ്പം. അതാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അത്. ഒരു വുൾഫല്ലേ നിൽക്കുന്നത്? എൻ്റെ കയ്യിൽ ബോൺ ഉണ്ടായിരുന്നു. ഞാൻ ബോൺ മീൽ ഉണ്ടാക്കാൻ വെച്ചതാ. ഇവന് കൊടുത്തേക്കാം. തികയില്ല തോന്നി. ഇനി നമുക്ക് രാത്രിയായി. ഇതേ സോംബിയൊക്കെ വരുന്നു. ഇങ്ങോട്ട് വരരുത്. വല്ല ക്രീപ്പറിനെ വിളിച്ചോണ്ട് വന്നാൽ കൊന്നളയും ഞാൻ. അല്ലെങ്കിൽ സൗണ്ടിലാണ്ടാ കളിക്കുന്നത്. ഇപ്പോൾ പോയി കിടന്നുറങ്ങുന്നതാണ് നമുക്ക് നല്ലത്. ഇല്ലെങ്കിൽ നമുക്കിട്ട് കൊള്ളും. ശുഭദിനം. ഇന്ന് എനിക്ക് സമയത്തിന് വീഡിയോ ഇടാൻ പറ്റുമെന്ന് തോന്നണില്ല. ഇപ്പം തന്നെ സമയം 1 മണിയായി. ഇപ്പോഴാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അവിടെ മഴയുണ്ട്, മനുഷ്യന് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, ഇനി നമുക്കെന്താ ചെയ്യുന്നത് വെച്ചാൽ 1 2 3 4 5. ഇവിടെ നമ്മുടെ കയ്യിൽ കുറേ ഇതുണ്ട്. അത് പൊട്ടാറ്റോ. അത് ഫാം ചെയ്യുകയാണെങ്കിൽ അത് നല്ലൊരു അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ എത്ര നമുക്ക് ഫാം ചെയ്യാൻ പറ്റും? 3-4 നമുക്ക് ഫാം ചെയ്യാം. അങ്ങനെ 1 മിനിറ്റ്. എനിക്ക് പിന്നെയും കുറച്ച് ബോൺ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഇല്ലേ, അതിൻ്റെ ഉള്ളിൽ ഒരു സ്കെൽട്ടൻ കിടക്കണം. ഞാൻ ഓടിച്ചൊന്ന് തല്ലിക്കൊന്നു. ഇന്ന് വല്ലതും കിട്ടുമോ? കിട്ടുകയാണെങ്കിൽ വലിയ ഉപകാരം. 2 3 4 5. അയ്യോ, വെള്ളം എടുത്തില്ല. നമുക്ക് ഓടിച്ചൊന്ന് വെള്ളം എടുക്കാം. അത് ഞാൻ അങ്ങ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറുന്നിട്ട് വെള്ളം എടുക്കണം. ഇവിടെ നിന്നൊരു ബ്ലോക്ക് റിമൂവ് ചെയ്താൽ മതി. ബാക്കി പരിപാടി നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, ഇത് പെട്ടെന്ന് തീരും. ഇതിപ്പോൾ 4-മത്തെ എങ്ങണ്ടാണ്. ഇനിയുണ്ട് നമുക്ക് ചെയ്യാൻ പരിപാടികൾ. എന്താ ഇത്? ആനിമേഷൻ കണ്ടോ? മെല്ലെ വരുന്നുള്ളൂ. പക്ഷെ ഡിലേ ആനിമേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കൊരു 6 ബോൺ മീലെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് വീറ്റ് നമുക്ക് ഇതാക്കാം. കാരണം പൊട്ടാറ്റോ അത്രയ്ക്ക് അങ്ങോട്ട് ഫുഡ് ഇതാക്കൂല. പക്ഷേ വീറ്റാണെങ്കിൽ അത് ബ്രെഡ് ആക്കിയാൽ പെട്ടെന്ന് അങ്ങോട്ട് ഫുഡ് കയറിക്കോളും. ഹങ്കർ ഇതാവുകയും ചെയ്യും. നമുക്കിവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പണിഞ്ഞാലോ? നമുക്ക് ഈ ഫാം, ഈ ഒരു ഭാഗം മാത്രം കുറച്ചിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. അയ്യോ, ഇത് കുറച്ചുകൂടി പോയി. ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇവിടെ നമുക്ക് വെള്ളം ഇല്ലാണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഓടിച്ചെന്ന് വെള്ളം എടുത്തിട്ട് വരാം. ഞാനങ്ങ് ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത് എവിടെയെങ്കിലും വെക്കായിരുന്നു വാട്ടർ സോഴ്സ്. ഇനി 3 കൂടി. അത് നമുക്കിവിടെ ഒരു ചെറിയ ലെയർ പോലെ ഉണ്ടാക്കി വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ ഇത് സെറ്റാക്കി. നമ്മൾ സെറ്റ്. ഓക്കെ, ഇനി നമുക്കെന്താ ചെയ്യാനുള്ളത്? നമുക്കിവിടെ ഒരു ചെറിയൊരു ഡെക്കറേഷൻ ഇതിൻ്റെ നടുക്കിൽ
ഞാൻ ഈ ബ്ലോക്കൊന്ന് മാറ്റാനാണ് ഇവിടെ വെച്ചത്. ഇതിൽ നടുക്കെന്ന് പറയുമ്പോൾ ഇതെന്തത് 5 ബ്ലോക്ക് ഗ്യാപ്പില്ലേ, അപ്പോൾ ഇവിടെയാണ് നടുക്ക്. ചേട്ടാ ഇത് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. ഇപ്പം തന്നെ രാത്രിയായി നോക്കുക, ഓടി ചെന്ന് കിടന്നുറങ്ങാം. ആ നടുക്ക് ഭാഗം നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു നല്ലൊരു ഡിസൈൻ നിങ്ങളും കണ്ടുപിടിക്കുക. ഞാൻ ആ സമയം കൊണ്ട് അയ്യോ എന്താ അതിൻ്റെ മുമ്പിൽ പോയി നിൽക്കണ്? ഇങ്ങോട്ട് വാ ക്രീപ്പർ. അതിൻ്റെ ഉള്ളിലേക്ക് എന്തോ വീണിട്ടുണ്ട്. അയ്യോ അതിൻ്റെ ഉള്ളിൽ ക്രീപ്പർ. ഇതിൻ്റെ പൊന്നെ, എല്ലാത്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിടിത്തെറിപ്പിക്കുക. ക്രീപ്പർ നമ്മളെ മറന്നില്ല. വാടാ നിന്നെ കിടിച്ച് കൊന്നിട്ട് തന്നെ കാര്യം. അയ്യോ ക്ലിക്ക് ഇടുന്നില്ല. അവൻ എന്തോ കാരണം കൊണ്ട് അടി കൊണ്ടില്ല, അതെൻ്റെ തെറ്റല്ല. നമുക്ക് ക്രീപ്പറിനെ കുറച്ച് പണിയുണ്ട്. ഇത് നമുക്കൊരു വല്ല പോണ്ടൊക്കെ ആക്കി എടുക്കാൻ പറ്റും. ഇവരെ ഞാൻ എന്ത് ചെയ്യുമെന്നാണ്. കുറച്ച് നേരം ഡീസ്പോണായി പൊക്കോളും. പക്ഷെ നമുക്കിനി വെള്ളത്തിൻ്റെ ആവശ്യം വരില്ല. വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് വരില്ല. അപ്പോൾ ഇതിപ്പോൾ മൊത്തം കൺഫ്യൂഷനാണ്. 1 2 3 ഇത് നടുക്ക് സെൻറ്റർ ബ്ലോക്കാണ്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പണിയാം. കുറച്ച് ചെസ്റ്റ് അടുക്കി വെക്കാം. അതിനാണ് ഞാൻ ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വെറുതെ ഇരിക്കട്ടൊരു സാധനം, ഒരു കുഞ്ഞു ഡെക്കറേഷൻ. അമ്മേ ഇത് കണ്ടിട്ടില്ല, ഡെക്കറേഷനായിട്ടൊന്നും തോന്നുന്നില്ല. നമുക്കിവിടെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന ചെസ്റ്റ് വെക്കാം. ഇവിടെ ഒരു ചെസ്റ്റ്, പിന്നെ ഇവിടെ ഒരു ചെസ്റ്റ്. ഇതായിരിക്കണം ആ പട്ടി. നമുക്കിപ്പോൾ ഈ പട്ടിനെ ടൈം ചെയ്യാൻ നോക്കാം. അങ്ങനെ നമുക്കൊരു പട്ടിനെ ടൈം ചെയ്യാൻ പറ്റി. നീ ഇവിടെ ഇരുന്നോടാ. നമുക്ക് ഇത് അവന് കുറച്ച് കൊടുത്തേക്ക്. അവനത് കൊടുക്കാറ്റില്ലേ? കൊടുക്കാറ്റും. എടാ നീയാണ് എൻ്റെ പുതിയ പെറ്റ്. നീ ഇവിടെ നോക്കിക്കോണം. ഇവിടെ ആര് വന്നാലും ഒരുത്തനെ നീ വെറുതെയുണ്ട്, എല്ലാത്തിനെയും കടിച്ച് കയറി കൊന്നു. നമുക്കിവൻ അതിൻ്റെ മോളിൽ നിർത്തിയാലോ? അത് അടിപൊളിയാവും. നിങ്ങൾ പറ. നമുക്ക് അവൻ അതിൻ്റെ മോളിൽ നിർത്താം. ഓക്കെ, നമുക്കിനി ഒരു ചെസ്റ്റ് മതി. ഒരു ചെസ്റ്റും കൂടി വേണം. 2 ചെസ്റ്റ് വേണം. അപ്പുറത്തും വെക്കണം. നമുക്ക് കുറച്ച് ചെസ്റ്റ് ക്രാഫ്റ്റ് ചെയ്യാം. എൻ്റെ വുഡ് ഞാൻ മൊത്തം കൊടുക്കുക ചെസ്റ്റിന് വേണ്ടി. അവൻ്റെ അടുത്ത് വല്ല സ്കെലട്ടനാ ക്രീപ്പറാ ഒന്ന് പൊട്ടിത്തെറിക്കുമെന്നാണ് എൻ്റെ പേടി. ഇപ്പം നമ്മുടെ ലാഗുള്ളത് 2 ഫാമാണ്. അതുകൊണ്ടാണ് ഞാൻ വെറും 2 ചെസ്റ്റ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ക്യാരറ്റ് ഫാമും വരും. ഇവിടെ പംകിന മെലണ എന്തെങ്കിലുമൊക്കെ നമുക്ക് നട്ട് വെക്കാം. ഇവിടെ നമുക്കൊരു ഡെക്കറേഷൻ കൊണ്ടുവരണം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. എണീറ്റ് വാടാ, നമുക്ക് പോവാം. അവിടെ എങ്ങോട്ടാ പോണേ? അയ്യോ ഇതവിടെ ക്രീപ്പറൊക്കെ ഓടുന്നു. വാടാ, ഔട്ടർ എടുക്കണ്ടേ? വാ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഔട്ടർ എടുക്കാം. വാടാ മോനെ. അയ്യോ വാടാ. ഇപ്പം ഞാൻ എന്ത് കാണിക്കണമെന്തോ. ഇത് കാണിച്ചാൽ വരുമോ? വാടാ. ഇവ നമ്മുടെ അടുത്ത് ടീപ്പി അടിക്കൂലേ? അവനാ അവിടെ നിൽക്കാണ്. ഇതങ്ങ് പിടിച്ചാൽ മതി. തുറന്നിട്ടുണ്ട്. എവിടെ അവൻ? ടീപ്പി അടിച്ച അവൻ. എടാ മോളെ, അവനെ കാണാനില്ല. അതോ നിൽക്കണം അവൻ. നീ ഇവിടെ ഇരുന്നോ? നമുക്കിവിടെ നിന്ന് ഔട്ടർ കൊടുക്കാം. അതിനിപ്പോൾ ഡാമേജ് കിട്ടിയ പോലെ. ഈ മരം അങ്ങോട്ട് തന്നെ തിരിഞ്ഞിരിക്കുന്നത്. ഈ മരം കൊള്ളാം. എടാ വാടാ മോനെ, നമുക്ക് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാം. ഇവനെന്ത് പേരിടും നമുക്ക്? എവിടെ അവൻ? പിന്നെ മിസ്സിങ്.
ആ വാ 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 ഇവിടെ വാ. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം. നീ ഇവിടെ ഇരുന്നോ. ഓക്കെ. അപ്പം ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ ZG സൈനിങ് ഔട്ട്.